രാത്രിയിലാണ് ഓരോരോ കൊതികൾ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പ്രത്യേകിച്ച് തട്ടിക്കൂട്ടെന്ന് പറയുന്നില്ല, എന്നാലുള്ള സാധനം കൊണ്ടൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചുണ്ടാക്കാം. പിന്നെ ഇന്നൊരു പൽപ്പൊടി വാങ്ങിയിട്ടുണ്ട്. പൽപ്പൊടി ഇട്ട് പല്ല് തേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കരി ഇട്ട് തേക്കാനും ഇഷ്ടമാണ്. ഇപ്പം കരിയൊന്നും ഇവിടെ കിട്ടാനില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ അടുപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ. ചിക്കനെല്ലാം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ക്യാരറ്റും സവാളയും വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒണിയനും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ട ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ചിക്കൻ വേവിച്ചു എടുത്തു കേട്ടോ. ചട്ടി ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് പരിപാടിയൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ സവാള ഇട്ട് കൊടുത്തു. ക്യാബേജിന്റെ ഒരു കുറവുണ്ട്, ഞാൻ വാങ്ങാൻ മറന്നുപോയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴട്ടിയെടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. വേവിച്ച് വെച്ച ചിക്കൻ എല്ലാം അതിലേക്ക് തട്ടിക്കൊടുത്തു, പിന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവസാന സ്റ്റെപ്പ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പോയി കഴിച്ചോട്ടെ. ഇന്നത്തെ വീഡിയോ എത്ര ടാറ്റാ.